നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാശ്ശേരി തറവാട്ടിലും അവനൊരു പ്രകമ്പനം സൃഷ്ടിച്ചു. തറവാട്ടിൽ ഇതിന്റെ പേരിൽ എന്ത് പ്രകമ്പനം ഉണ്ടായത്? അവിടെയും വന്നോ ഇതുപോലത്തെ ലെറ്റർ? അവിടെ ഒന്നും ലെറ്റർ അല്ല, സാക്ഷാൽ നന്ദുവാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മരിച്ചുപോയ നന്ദുവിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള ലെറ്റർ ഒരു ഭാഗത്ത് വന്നപ്പോ മറ്റൊരിടത്ത് അവൻ നേരിട്ട് വന്നെന്നോ? അതെ വിനയ, ദയയുടെ ഭാഷയിലാണെങ്കിൽ അത് നന്ദുവിന്റെ പ്രേതമാണെന്ന് പറയാം. പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ആരും എന്തോ നേടാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു പുകമറയാണ്. ആ പുകമറ നീക്കാനാണ് ഞങ്ങൾ നിന്നെ കാണുമെന്നത്. ഓ, എന്നുവെച്ചാ ഇതൊക്കെ ഞാൻ ചെയ്തതാണെന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ? എന്നെ നിങ്ങൾ അങ്ങനെയാണോ ഇപ്പോഴും കാണുന്നത്? ഇല്ല സാറേ, ഞാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു. അല്ല, ഞങ്ങളിത് എങ്ങനെ വിശ്വസിക്കണം പിന്നെ? പണ്ട് നീ പലപ്പോഴും ദയയുടെയും നന്ദുവിന്റെയും കാര്യം പറഞ്ഞ് ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാ. അത് പണ്ടല്ല രഘുവേട്ടാ. ആ വിനയൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരിച്ചു. ഈ വിനയൻ ആരെയും വേദനിപ്പിച്ച് ഒന്നും നേടണ്ട രഘുവേട്ടാ, ഒന്നും നേടണ്ട. അപ്പോ വിനയൻ ഇതില് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? എങ്ങനെ ഉണ്ടാവും സാർ? അതിന് ലോജിക്ക് സാർന്ന് പറ. ഈ പറയുന്ന നന്ദുവിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ സംഭവം ഞാൻ അറിയുന്നത് പോലും അവന്റെ മരണശേഷമാണ്. പിന്നെ എങ്ങനെ അവന്റെ ഇൻഷുറൻസ് പോളിസിക്ക് ദയ നോമിനിയാക്കി ലെറ്റർ അയക്കാൻ എനിക്ക് സാധിക്കും? അതുപോട്ടെ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നന്ദുവിനെ എങ്ങനെ പുനഃസൃഷ്ടിച്ച് തറവാട്ടിലേക്ക് അയക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതാരോ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഞാനാണെന്ന് കരുതി സമയം കളഞ്ഞ യഥാർത്ഥ പ്രതി അവന്റെ കാര്യം നേടി പോകും. വേണമെങ്കിൽ എന്റേതായ രീതിയിൽ ഞാനും ഒരു അന്വേഷണം നടത്താം. നിങ്ങൾ തറവാട്ടിൽ കണ്ടു എന്ന് പറയുന്ന നന്ദുവിന്റെ പ്രേതത്തെ എങ്ങനെയെങ്കിലും പിടികൂടണം.